ദൈവത്തിന് മഹത്വം. അല്പം താമസിച്ചു പോയി. താമസിച്ചതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. തുടർന്നുള്ള സമയം ദൈവദിനത്തിന് മുമ്പാകെ നമുക്കായിരിക്കാം. കഴിഞ്ഞ ദിവസം ചിന്തിച്ച് വന്നതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ഇന്ന് അവസാനത്തെ ക്ലാസ് ആയതിനാൽ ഞാൻ എസ്രായുടെ പുസ്തകത്തിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ആഗ്രഹിക്കുകയാണ്. എസ്രായുടെ പുസ്തകം ആദ്യത്തെ 3 അധ്യായങ്ങൾ നമുക്ക് ഈ രാത്രിയിൽ അല്പ പഠനത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എസ്രായുടെ പുസ്തകവും നെഹമ്യാവിൻ്റെ പുസ്തകവും ഈ ദിവസങ്ങളിൽ ഞാൻ ഒന്നിലധികം തവണ ആവർത്തിച്ച് ഒന്നിലധികം തവണയല്ല പലതവണ വായിച്ച ഒരു പുസ്തകമാണ് എസ്രായും നെഹമ്യാവും. പ്രത്യേകിച്ച് ഈ വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ എസ്രായുടെ പുസ്തകം ഒരു മടങ്ങി വരവിനെ പറ്റിയാണ് അത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് വായിക്കാൻ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണ ഉണ്ടായത്. മടങ്ങി വരവിൻ്റെ ഒരു വലിയ ചിത്രം എസ്രായുടെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ എസ്രായുടെ പുസ്തകത്തിലെ ആദ്യത്തെ 3 അധ്യായങ്ങൾ, അതിൻ്റെ പ്രധാന ചിന്തകൾ അടുത്ത ഒരു 45 മിനിറ്റ് സമയം നിങ്ങളോട് പറയാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ദൈവം മടക്കി വരുത്തുന്ന ദൈവമാണ്. അതാണ് എസ്രാ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. ദൈവം മടക്കി വരുത്തുന്ന ദൈവമാണ്. ദൈവം ഉണർത്തുന്ന ദൈവമാണ്. എസ്രായുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. മതി. യെരമ്യാവ് മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന്. യെരമ്യാവ് മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരശിൻ്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരശിൻ്റെ മനസ്സിനെ ഉണർത്തി. അതാണ് 1-ാമത്തെ വാക്യം നമ്മോട് പറയുന്നത്. യെരമ്യാവ് മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട്. എസ്രായുടെ പുസ്തകവും യെരമ്യാവിൻ്റെ പ്രവചനവും ഇത് തമ്മിൽ നോക്കുമ്പോൾ ഏകദേശം ഒരു 150 വർഷത്തെ ഗ്യാപ്പുണ്ട്. ഈ 150 വർഷം മുമ്പ്, 150 വർഷം മുമ്പ് യെരമ്യാവ് ഒരു പ്രവചനം പറഞ്ഞു. ആ പ്രവചനം യെരമ്യാവിൻ്റെ പുസ്തകം 25-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. യെരമ്യാവിൻ്റെ പ്രവചനം 8 മുതൽ. നിങ്ങൾ എന്റെ വചനങ്ങൾ കേൾക്കായതുകൊണ്ട് ഞാൻ ആളയച്ചു വടക്കുള്ള സകല വംശങ്ങളെയും എന്റെ ദാസനായ ബാബേ രാജാവായ നെബൂഖദ്നേസറിനെയും ഈ ദേശത്തിന്റെ നേരെയും അതിലെ നിവാസികളുടെ നേരെയും ചുറ്റും വസിക്കുന്ന ഈ സകല ജാതികളുടെ നേരെയും വരുത്തി അവരെ ഉന്മൂലനാശം ചെയ്ത സ്തംഭനഹേതുവും പരിഹാസ വിഷയവും ശാശ്വത ശൂന്യമാക്കി തീർക്കും. ഞാൻ ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളുടെ സ്വരവും മണവാട്ടിയുടെ സ്വരവും തിരികല്ലിൽ കൊച്ചിയും വിളക്കിന്റെ വെളിച്ചവും അവിടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. ഈ ദേശമൊക്കെ ശൂന്യവും സ്തംഭനഭേദവുമാകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കുന്ന ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കും. ഇനിയും ആണ് നമുക്ക് ഈ പ്രവചനത്തിൻ്റെ ഡേറ്റുകളൊക്കെ ഒന്ന് നോക്കേണ്ടത്. ഈ പ്രവാസത്തിലേക്ക് പോകുന്ന കാലം നമുക്കറിയാം. ഇത് ഒറ്റയടിക്ക് പോവുകയല്ല, പല തട്ടുകളിലായിട്ടാണ് ഇവർ പോകുന്നത്. BC 605 നെബൂഖദ്നേസർ ആദ്യത്തെ ഒരു പറ്റം ആളുകളെ കൊണ്ട് പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നു, ബാബേലിലോട്ട് അവരെ കൊണ്ടുപോകുന്നു. BC അതിനുശേഷം 605 ശേഷം 597 വീണ്ടും ആക്രമിക്കുന്നു. അന്നേരം ആലയമൊന്നും ഇടിച്ചു കളയുന്നില്ല.
എന്നാൽ 586 ആലയവും മതിലും ദേശവും എല്ലാം തകർക്കുകയാണ്. ഈ 605 ശേഷം 605 ഈ കാലയളവ് നമ്മളൊന്ന് വെച്ച് നോക്കിയാൽ കൃത്യം 70 വർഷം തികയുമ്പോൾ 70 വർഷമാണ് കോരശിൻ്റെ ആദ്യത്തെ ആണ്ടെന്ന് പറയുന്നത്. കൃത്യം 70 വർഷം തികയുകയാണ്. ആ 70 വർഷം തികയുമ്പോൾ, അതായത് ഈ പ്രവചനം ഉണ്ടാകുന്നത് 150 വർഷത്തിന് മുമ്പാണ്. യെരമ്യാവ് ആ നൂറ്റാണ്ടിലെ പ്രവാചകനല്ല, അതിനൊക്കെ ഒത്തിരി മുമ്പുള്ള പ്രവാചകനാണ്. ആ പ്രവചനം പൂർത്തീകരിക്കുന്നത് പോലെ യെരമ്യാവ് മുഖാന്തരമുണ്ടായ ആ അരുളപ്പാട് നിവൃത്തിയാകേണ്ട സമയമായപ്പോൾ കൃത്യം 70 വർഷം തികയുമ്പോൾ ദൈവം കോരശ് എന്ന മേദ്യ പാർസ്യയിലെ രാജാവിനെ അവൻ്റെ മനസ്സിനെ ഉണർത്തുകയാണ്. ദൈവം അവിടെ എഴുതിയിരിക്കുന്നത് പാർസി രാജാവ് കോരശിൻ്റെ മനസ്സിനെ ഉണർത്തി. പാർസി രാജാവായ കോരശിൻ്റെ മനസ്സിനെ ഇംഗ്ലീഷിൽ പറയുന്നത് ഹിസ്റ്റിയേഡ്, അവനങ്ങ് മോര് കടയുന്നത് പോലെ അവനങ്ങ് ഇളക്കിക്കളഞ്ഞു. പാർസി രാജാവ് ഒരിക്കലും ഇസ്രയേലിന് ഒരു അനുകൂലമുള്ള ആളല്ല. പക്ഷേ വാഗ്ദത്തം നിവർത്തീകരിക്കുക എന്നുള്ളത് യെരമ്യാവ് മുഖാന്തരം പറഞ്ഞ യഹോവയുടെ ആലോചന പൂർത്തീകരിക്കണം എന്നുള്ളത് യഹോവയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ എനിക്ക് ഈ ഒന്നാമത്തെ വാക്യത്തിൽ നിന്നും ദൈവസഭയോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് തൻ്റെ വചനത്തോടൊരു പ്രതിബദ്ധതയുണ്ട്. ദൈവം ഒരു വചനം പറഞ്ഞാൽ അത് നിവർത്തീകരിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളൊന്നും വെറുതെയല്ല. ദൈവം പറഞ്ഞത് ദൈവം പൂർത്തീകരിക്കുവാൻ ദൈവം ബദ്ധനാണ്. ദൈവം സർവശക്തനായ ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാൻ തനിക്ക് നിർബന്ധമുണ്ട്. അത് ഒട്ടും അനുകൂലമായ സാഹചര്യമല്ല. അങ്ങനെ ഒരു മടങ്ങി വരവ് ഉണ്ടാകുമെന്ന് ഈ കൂട്ടർ സ്വപ്നം പോലും കാണാതിരിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണല്ലോ അവർ പറയുന്നത്, ഞങ്ങളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. കാര്യം അവർക്ക് ഇനി ഒരു മടങ്ങി വരവില്ല. ഇതൊക്കെ കൊണ്ട് തീർന്നു, ഇതുകൊണ്ടൊക്കെ തന്നെ അവസാനിക്കുകയാണ്. ഇനിയും ഇതിനകത്തുനിന്ന് ഒരു മാറ്റം ഉണ്ടാകത്തില്ല. അവരുടെ സ്വപ്നം, അവരുടെ ആശ, അവരുടെ പ്രതീക്ഷകളും എല്ലാം തകർന്ന് തരിപ്പണമായി. ഇനി ഒരു മാറ്റം ഉണ്ടാകത്തില്ല എന്ന് കൃത്യമായിട്ട് മനസ്സുകൊണ്ട് ഉറപ്പിച്ചു കഴിയുകയാണ്. കാര്യം പണ്ടായിരുന്നെങ്കിൽ ഒരു നേതാവ് ഉണ്ടായിരുന്നു, മോശ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു നേതാവ് ഇല്ല. പിന്നെ ഈ ബാബിലോണിൽ നിന്ന് ഇസ്രായേലിലോട്ട് അല്ലെങ്കിൽ യെരുശലേമിലേക്ക് പോകുക എന്നൊക്കെ പറയുന്നത് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കവലയൊന്നുമല്ല, ദീർഘമായ യാത്രകളാണ്. അത് യാത്ര ചെയ്യാൻ തന്നെ അത്ര എളുപ്പമല്ല. എസ്രായുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. 4 മാസം എടുത്തു. 4 മാസത്തെ യാത്രയാണ്. അപ്പോൾ ദീർഘമായ യാത്ര, ധാരാളം പണച്ചെലവ്, വഴിയിൽ അപകടങ്ങൾ ഉണ്ടാകാം. ഇവര് പ്രവാസികളാണ്, ഇവരുടെ കയ്യിൽ ഒന്നുമില്ല, ഇവർ പിടിക്കപ്പെട്ടവരാണ്, അടിമകളാണ്, തടവുകാരാണ്. കുറച്ച് പേരുടെയിലൊക്കെ കുറച്ച് പൈസയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അധികം ആളുകളും പിടിക്കപ്പെട്ട ആളുകൾ, അവർക്ക് തിരിഞ്ഞു പോകുക എന്നുള്ളത്, തിരിച്ച് അവരുടെ ദേശത്തെത്തുക എന്നുള്ളത് സ്വപ്നം പോലും കാണാൻ മേലാത്ത സമയത്ത് ദൈവത്തിൻ്റെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത ആ വാക്ക് നിവർത്തീകരിക്കേണ്ട സമയമായപ്പോൾ അതിലേക്ക് ദൈവമാണ് ബന്ധപ്പെടുന്നത്. ദൈവം ബന്ധപ്പെട്ട് പാർസി രാജാവിൻ്റെ ഹൃദയത്തിനകത്ത് ഒരു ഉണർവ് ദൈവം വരുത്തി. ദൈവം പാർസി രാജാവിൻ്റെ ഹൃദയത്തെ ഉണർത്തി. അവനൊരു വിളംബരം അവിടെ പ്രസിദ്ധപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള സന്ദേശം, ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് ദൈവസഭയോടുള്ള വാഗ്ദത്തം, ദൈവവചനത്തോടുള്ള പ്രതിബദ്ധത, ദൈവസഭയോടുള്ള ദൈവത്തിൻ്റെ ആലോചനകൾ നിവർത്തിക്കുവാൻ അത് രാജാവിനെ ഉണർത്തണമെങ്കിൽ രാജാവിനെ ഉണർത്തും, മുഖ്യമന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രിയെ എഴുന്നേൽപ്പിക്കും, പ്രധാനമന്ത്രിയെ തന്നെ പിടിക്കണമെങ്കിൽ പ്രധാനമന്ത്രിയെ പിടിക്കും. ഒരൊറ്റ രാത്രിയും കൊണ്ട്, ഒരൊറ്റ നിമിഷം കൊണ്ട്
കോരശ് പോലും ചിന്തിക്കാത്ത തലത്തിൽ കോരശിന്റെ ഹൃദയത്തെ അവിടുന്ന് കടഞ്ഞ് മോര് കടയുന്നത് പോലെ അവൻ സ്റ്റിയേഡ് ചെയ്ത് ഇവർക്ക് വേണ്ടി ഒരു വെർഡിക്റ്റ്, ഇവർക്ക് വേണ്ടി ഒരു എഡിക്റ്റ് ഇപ്പോൾ ഇറക്കിയേ പറ്റൂ എന്ന് അവന്റെ മനസ്സിനോട് ദൈവം സമ്പാദിച്ചു. ഭാരതത്തിലെ ദൈവസഭ തീവ്രമായ പ്രതിസന്ധികളോടെ പോകുന്ന സമയമാണ്. ഓരോ ദിവസവും നമ്മൾ പ്രശ്നത്തിന്റെ മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. നമുക്ക് ചിലപ്പോൾ നോക്കുമ്പോൾ പ്രതീക്ഷിക്കാനും ആശയ്ക്കും ഒന്നും വക പ്രത്യേകിച്ചൊന്നും കാണുന്നില്ലെങ്കിലും ഞാനൊരു കാര്യം ദൈവസഭയോട് പറയാം. ദൈവത്തിന്റെ സഭയെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിലേക്ക് നടത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിലേക്ക് ദൈവം എത്തിക്കുക എന്നുള്ള ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. സമയത്ത് വേണ്ട നിലയിൽ ചെയ്യാൻ എൻ്റെ ദൈവത്തിന് ഇന്നും പറ്റും. ഹല്ലേലൂയ. അത് നമുക്ക് ആഴത്തിൽ വിശ്വസിക്കാം. ഈ വചനത്തിലെ ഓരോ വാക്കുകളും പൂർത്തീകരിച്ചെങ്കിൽ അത് അതിന്റെ സമയത്ത് വാഗ്ദത്തങ്ങൾ പറഞ്ഞത്, പ്രവാചകന്മാർ എഴുതി വെച്ചത്, അത് കൃത്യമായിട്ട് ദൈവം അത് പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ഇനിയും പൂർത്തീകരിക്കാനുള്ളതും അതിന്റെ സമയത്ത് തന്നെ പൂർത്തീകരിക്കും. ഇനിയും പൂർത്തീകരിക്കാനുള്ള വലിയ വാഗ്ദത്തം നമ്മുടെ കർത്താവ് രാജാവായിട്ട് വരും. സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടും. തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു രാജാവായിട്ട് വരും. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകും. നമ്മുടെ വിശ്വാസം വ്യർത്ഥമല്ല. നാം ഓടുന്നതും അധ്വാനിക്കുന്നതും വ്യർത്ഥമല്ല. ഇങ്ങനെയുള്ള നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഊവ് എന്നും ഇല്ല എന്നുമുള്ള വളരെ നിശ്ചയത്തോടു കൂടെ ദൈവം യെരമ്യാവ് മൂലം എഴുതിയത് പൂർത്തീകരിക്കാൻ ദൈവത്തിന് ബന്ധപ്പാടുണ്ടെങ്കിൽ തന്റെ പുത്രനായ ഓമനപുത്രനായ യേശു കർത്താവ് നമ്മോട് പറഞ്ഞ വാഗ്ദത്തം, ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞ വാഗ്ദത്തവും അവൻ പൂർത്തീകരിക്കും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. ദൈവം തന്റെ വാഗ്ദത്തങ്ങളിൽ നടത്തുവാൻ ബന്ധപ്പെടുന്നവനാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ദൈവം ഉണർത്തുന്ന സമയത്ത് നമ്മളും ഉണർന്നോണം. ഹല്ലേലൂയ. ദൈവം കോരശിനെ ഉണർത്തി. ദൈവം ഉണർത്തിയത് വേറെ കുറെ ആൾക്കാരെ കൂടെ ഉണർത്തിയിട്ടുണ്ട്. ഈ 1-ാം വാക്യത്തിൽ പറയുന്നത് ദൈവം ഉണർത്തി. അതിനുശേഷം ദൈവം ഉണർത്തിയത് 5-ാം വാക്യത്തിൽ പുരോഹിതന്മാരും ലേവ്യരും ദൈവം ഉണർത്തിയ ഏവനും. ദൈവം ഉണർത്തുമ്പോൾ ഉണരുന്നവർ ഭാഗ്യവാന്മാരാണ്. ദൈവം ഒരു സീസൺ ദൈവസഭയ്ക്ക് വെക്കുമ്പോൾ അതിനോട് ക്രിയേറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നവർ ഭാഗ്യവാന്മാരാണ്. ദൈവം മടങ്ങി വരുവാൻ ആഹ്വാനം നൽകുമ്പോൾ അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കാതെ അതിനെ സ്വീകരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ദൈവം ഒരു സീസൺ ദൈവസഭയ്ക്ക് നൽകുമ്പോൾ ആ സീസണോട് പ്രതികരിക്കുവാൻ, ഇതാ കർത്താവേ അടിയനിതാ എന്ന് പറഞ്ഞ് പ്രതികരിക്കുവാൻ തയ്യാറെടുക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ദൈവം ഉണർത്തുമ്പോൾ, ദൈവം തൊടുമ്പോൾ, ദൈവം മാറാൻ ആവശ്യപ്പെടുമ്പോൾ, ദൈവം അനുദപിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ, മുട്ടുകുത്താൻ ആവശ്യപ്പെടുമ്പോൾ, തകരുവാൻ ആവശ്യപ്പെടുമ്പോൾ, തകർക്കപ്പെടുവാൻ ആവശ്യപ്പെടുമ്പോൾ അതിനു മുമ്പിൽ നീ ശിരസ്സ് നമിച്ച് ദൈവം മുമ്പാകെ കീഴ്പ്പെടാമെങ്കിൽ നീ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. ദൈവം ഉണർത്തുമ്പോൾ, രാജാവിനെ ദൈവം ഉണർത്തിയപ്പോൾ ഒരുപറ്റം പുരോഹിതന്മാരെയും ഒരുപറ്റം ലേവ്യരെയും ഒരുപറ്റം സംഗീതജ്ഞന്മാരെയും എല്ലാം ദൈവം ഉണർത്തിയാണ്. അങ്ങനെ ഒരു ദൈവം ഉണർത്തിയ ഏവനും. ഇന്ന് രാത്രികാലം ഞാൻ അതാണ് ദൈവമക്കളെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ദിസ് ഈസ് എ സീസൺ ഫോർ ചർച്ച് ഓഫ് ഗോഡ് കൊടുമൺ. ഇത് നിങ്ങളുടെ സീസണാണ്. മടങ്ങി വരുവാനുള്ള ദൈവത്തിന്റെ സീസണാണ്. ദൈവം അവിടെ ഇവിടങ്ങളായിട്ട് അതിന്റെ ചിഹ്നങ്ങൾ നമ്മളെ കാണിക്കുമ്പോൾ, തന്റെ വരവിന്റെ ധ്വനികൾ നമുക്ക് മനസ്സിലാകുമ്പോൾ, എല്ലായിടത്തും ഡിറ്റീരിയേഷൻ സംഭവിക്കുമ്പോൾ, എവിടെയും വിശ്വാസ ത്യാഗങ്ങൾ ചുറ്റും നടക്കുമ്പോൾ, ദൈവസഭയെ ദൈവം ഉണർത്തുന്ന ഉണർവിനകത്ത് പങ്കാളിയാകാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ദൈവം ഉണർത്തുമ്പോൾ ആ ഉണർവിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരെയും തൻ്റെ ഉദ്ദേശത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിന് പറ്റും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സമയം മുന്നോട്ട് പോകുന്നു. 2-ാം അധ്യായം എന്ന് പറയുന്നത് നമുക്ക് വായിച്ചാൽ അത്ര സന്തോഷം തോന്നുന്നൊരു അധ്യായമല്ല. എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ പേരുകളാണ്. 2-ാം അധ്യായം മുഴുവൻ സെരുബാബേലിനോട് കൂടെ വന്നവർ എന്ന് പറഞ്ഞ്
ശെഫത്യാവിൻ്റെ മക്കൾ 375, ആരദിൻ്റെ മക്കൾ 775. നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. ഇത് മുഴുവൻ പേരുകളാണ്. ഇങ്ങനെ ഒരു ലിസ്റ്റ് പേരുകളാണ്. ഒരു ലിസ്റ്റ് പേര്. ഈ പേരിനകത്ത് തന്നെ എത്ര വലിയ കാര്യം ഇരിക്കുന്നത്. ഇത്രയും പേര് എഴുതി വെച്ചിട്ട് ഇത് എന്തിനാണ് ഈ പേര്? പക്ഷെ ഈ പേര് ദൈവത്തിന് വലിയ പേരാണ്. ഇത് ദൈവത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ അതിൻ്റെ 64-ാം വാക്യം. സഭയാകെ 42,360 പേരായിരുന്നു. അതായത് ഈ പറഞ്ഞ എണ്ണം എല്ലാം കൂടെ കൂട്ടിയാൽ, ആകെ കൂട്ടിയാൽ 42,360. 42,360 വലിയ ജനക്കൂട്ടമാണ് അവിടെ ഉണ്ടായിരുന്നത്. 70 വർഷത്തിന് മുമ്പ് പിടിക്കപ്പെട്ടവരാണ്. 70 വർഷത്തിന് മുമ്പ് അങ്ങോട്ട് പോയ ആളുകൾ ഇപ്പൊ എത്ര തലമുറയായിട്ടുണ്ട്? ലക്ഷോപലക്ഷമായിട്ടുണ്ട് അവിടെ. 70 വർഷത്തിന് മുമ്പേ ബാബിലോണിലോട്ട് പോയ ആളുകൾ, അവരുടെ തലമുറ 2 തലമുറയെങ്കിലും കുറഞ്ഞത് അവിടെയുണ്ട്. അതായത് ഇവിടെ പറയുന്നതെല്ലാം ഇന്നയാള് വന്നെന്നല്ല, ഇന്നയാളുടെ മക്കൾ, അദോനിയാക്കിന്റെ മക്കൾ, ബിഖായിയുടെ മക്കൾ, ഇങ്ങനെ മക്കളാണ് തിരിച്ചു വരുന്നത്. മക്കൾ തിരിച്ചു വരികയാണ്. അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 42,360 പേരാണ്. 42,360 പേര്. ഈ 42,360 പേര് ഒരു വലിയ പുരുഷാരം അവിടെ നിന്നപ്പോൾ, അതായത് വലിയ പുരുഷാരം ബാബിലോണിൽ തന്നെ തങ്ങി. അതിനകത്ത് ഉണർത്തപ്പെട്ട് തിരികെ വന്നവർ 42,360 ഉള്ളൂ. ബഹുഭൂരിപക്ഷവും അവിടെ തന്നെ തങ്ങി. ബഹുഭൂരിപക്ഷവും ബാബിലോണിൽ തങ്ങി. മടങ്ങി വന്നവർ, അവർ മുഴുവനായിട്ട് മടങ്ങി വന്നില്ല. മടങ്ങി വന്നവർ ആകെ 42,360 പേര്. ലക്ഷങ്ങൾ പോയടത്ത് തിരികെ വന്നവർ അത്രയേ ഉള്ളൂ. ഉണർവ് ദൈവം ഉണർത്തുമെങ്കിലും ഉണർത്തപ്പെടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാര്യം ഉണർവിനൊരു വില കൊടുക്കണം. ദൈവം മടക്കി വരുത്താൻ ആഗ്രഹിക്കുമ്പോൾ മടങ്ങി വരുന്നവർ ഭാഗ്യവാന്മാരാണ്. പക്ഷെ അതിനൊരു വിലയുണ്ട്. എന്താണ് ആ വില? മിക്കവാറും ആളുകൾ അവിടെ തന്നെ തങ്ങി. ഇവരോട് മടങ്ങി അവരുടെ ദേശത്തോട്ട് പോകാൻ പറഞ്ഞാൽ അവർക്ക് ഇപ്പം ചിന്തിക്കാം, എന്ത് ദേശം? നിങ്ങളും ചിന്തിച്ചു നോക്കിയേ. 70 വർഷം മുമ്പേ അമേരിക്കയിലോട്ട് പോയ ഒരാൾ, അല്ലെങ്കിൽ ജോഷി ബ്രദറോട് ഇരിപ്പുണ്ടല്ലോ, 70 വർഷത്തിന് മുമ്പേ കുവൈറ്റിലോട്ട് കയറിയ ഒരാൾ. ആ മനുഷ്യന്റെ മക്കൾ 70 വർഷത്തിന് ശേഷം ഇവിടെ തിരികെ വന്നാൽ അപ്പനും അപ്പൂപ്പനൊക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്ന വല്ല ഉണ്ടാക്കി കാണും. പക്ഷേ പിടിക്കപ്പെട്ട ഒരു ദേശമാണെന്ന് വെച്ചു, അതിക്രമിക്കപ്പെട്ട ഒരു ദേശം, തീർന്നു തരിപ്പണമാക്കിയൊരു ദേശമാണ്. ഇന്ന് യെരുശലേം അവിടെ ഇല്ല, ദേവാലയം ഇല്ല, മതിലുകളില്ല, എല്ലാം കൽക്കുന്നായി, എല്ലാം കത്തിച്ചാമ്പലാക്കി. ഒന്നുമില്ലാത്ത ഒരു സ്ഥലം, ഒന്നുമില്ല അവിടെ ഇനി ബാക്കി. ദൈവം ഉണർത്തി അവരോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ദേശത്തോട്ട് പോകണം എന്ന് പറഞ്ഞപ്പോൾ, ദൈവം ഉണർത്തിയപ്പോൾ ഉണർത്തപ്പെട്ടത് 42,360 പേരേ ഉള്ളൂ. അതത്ര എളുപ്പമല്ല. അവര് ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒഴുക്കിനെതിരെ നീന്തിയവരാണ്. ഒഴുക്കിനെതിരെയാണ് അവർ നീന്തിയത്. അവർക്ക് സാഹചര്യങ്ങൾ ഒട്ടുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 4 മാസത്തെ യാത്ര, കാട്ടിലൂടെയുള്ള 4 മാസത്തെ യാത്ര. ശബരിമലയ്ക്ക് ചില മണിക്കൂറാണ് കാട്ടിലൂടെ പോകേണ്ടത്. 4 മാസം കാട്ടിലൂടെയുള്ള യാത്ര, കത്തിച്ചാമ്പലായ സ്ഥലത്തോട്ടുള്ള മടങ്ങിവരവ്. അവർക്കെന്ന് പറയാൻ അവരുടേതായ ഒന്നുമില്ല അവിടെ. അവരുടെ അപ്പനൊക്കെ അവിടെ ജീവിച്ചെന്നല്ലാതെ അവർക്ക് ഒരു വകയും അവിടെ ഇല്ല. പക്ഷേ ചോദ്യം വളരെ ലളിതമാണ് ഇന്ന് രാത്രി. ദൈവം പുതുതായിട്ട് എഴുതുന്ന ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറാൻ നിനക്ക് തയ്യാറാണ്?
ഇതൊരു ചരിത്രമാണ്. ഈ ചരിത്രത്തിൽ 42,360 പേരുടെ പേര് വന്നു. അത് ദൈവം എഴുതി ചേർത്ത ചരിത്രമാണ്. അത് വില കൊടുത്തവരുടെ ചരിത്രമാണ്. ത്യാഗസമ്പന്നരായ ആളുകളുടെ ചരിത്രമാണ്. ഞാൻ എന്നെപ്പറ്റി ആത്മകഥയും അല്ലെ എന്നെപ്പറ്റി ഞാൻ എൻ്റെ ജീവചരിത്രവും ഒക്കെ എഴുതുകയാണെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്ത് ആ പുസ്തകം ഞാൻ പൊലിപ്പിക്കുമായിരിക്കും. പക്ഷേ ദൈവം എന്നെപ്പറ്റി എഴുതുന്ന ഒരു ചരിത്രമുണ്ട്. ദൈവം കൊടുമണ്ണിനെ പറ്റി എഴുതുന്ന ഒരു ചരിത്രമുണ്ട്. ദൈവം ഇവിടുത്തെ ആത്മീയ പിതാക്കന്മാരെ പറ്റി എഴുതുന്ന ഒരു ചരിത്രമുണ്ട്. ദൈവം സഭയുടെ മൂപ്പന്മാരെ പറ്റി, സഭയിലെ വിശുദ്ധമതികളെ പറ്റി എഴുതുന്ന ഒരു ചരിത്രമുണ്ട്. ഇന്ന് ചോദ്യം ഇതാണ്, നീ ആ ചരിത്രത്തിന്റെ ഭാഗമാണോ? കൊടുമൺ സഭയുടെ ഭാഗമാണോ എന്നല്ല, സ്നാനപ്പെട്ടോ എന്നുള്ളതൊന്നുമല്ല ചോദ്യം. ആർ യു പാർട്ട് ഓഫ് ദാറ്റ് ന്യൂ ഹിസ്റ്ററി? ദൈവം എഴുതുന്ന ആ ചരിത്രത്തിന്റെ ഭാഗമാണോ? കൊടുമണ്ണിന്റെ ആ ലിസ്റ്റിൽ 26 പേരുടെ പേര് ചിലപ്പോൾ നിന്റെ പേര് കണ്ടെന്നിരിക്കും. അതൊന്നും വലിയ കാര്യമല്ല. ദൈവം പുത്തൻ ചരിത്രം എഴുതാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഭാരതത്തിലെ, കേരളത്തിലെ ക്രൈസ്തവ സഭയിൽ ദൈവം പുതിയ ചരിത്രം എഴുതാൻ പോവുകയാണ്. ദൈവം പോലും ഫെഡപ്പായിട്ടുള്ള നേതൃത്വമാണ്, ദൈവം പോലും ഫെഡപ്പായിട്ടുള്ള അരാജകത്വമാണ് ഇന്ന് സഭകളിൽ കുടികൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ ചരിത്രം ദൈവം എഴുന്നേൽപ്പിക്കും. ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഒരു വലിയ പുരുഷാരമല്ല, ഒരു എളിയ പുരുഷാരം, സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി, പത്യോപദേശത്തിന് വേണ്ടി, ട്രൂ ഡിസൈപ്പിൾഷിപ്പിന് വേണ്ടി, ട്രൂ ആയിട്ടുള്ള ഹോളി ലിവിങ്ങിന് വേണ്ടി സമർപ്പിതരായ ഒരു എളിയ പുരുഷാരം ഇതിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവം എന്നേക്കും എല്ലാത്തിനെയും തള്ളിക്കളയത്തില്ല. ഇതിന്റെ മധ്യത്തിൽ ഒരു ശേഷിപ്പുണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇന്നത്തെ ചോദ്യം അത് മാത്രമാണ്, ദൈവം ശേഷിപ്പിക്കുന്ന ആ ശേഷിപ്പിന്റെ ഭാഗമാണോ നീ? ഇല്ല എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എഴുതുന്ന ചരിത്രത്തിന്റെ, ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നത്, കർത്താവ് മധ്യപ്രദേശിനെ പറ്റി എഴുതുന്ന ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നൈനാൻ തോമസ് തീരണം, സുജ തീരണം, ഞങ്ങളുടെ മക്കൾ തീരണം, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ തീരണം. ഞങ്ങളെപ്പറ്റി ഘോഷിക്കുന്ന, ചെണ്ടയടിച്ച് ഘോഷിക്കുന്ന വലിയ കാര്യങ്ങളിലല്ല പ്രാധാന്യമായിട്ടിരിക്കുന്നത്. സ്വർഗത്തിൽ എഴുതുന്ന ഒരു ചരിത്രമുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിൽ എഴുതി പിടിപ്പിക്കുന്ന ഒരു ചരിത്രമുണ്ട്. അതിനകത്ത് നൈനാനും അവൻ്റെ 2 മക്കളും എന്ന് വന്നെങ്കിൽ ഞാൻ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. അവർ ഈ 42,360 പോലെ ദൈവം എഴുതുന്ന പുത്തൻ ചരിത്രത്തിൽ ഞാനും എൻ്റെ മക്കളും, ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കണം. കർത്താവേ, വില കൊടുക്കുന്ന ആ ക്രിസ്തീയ ജീവിതത്തിൽ, ഒഴുക്കിനെതിരെ നീന്തുന്ന ആ ക്രിസ്തീയ ജീവിതത്തിൽ, എല്ലാവരോടും ചേർന്ന് എല്ലാത്തിനോടും കൂടെ കൊട്ടിപ്പോകുന്ന ആ രീതിക്കല്ല കർത്താവേ, വില കൊടുക്കുന്ന ആത്മീക ജീവൻ, ക്രിസ്തു ശിഷ്യനായിട്ട് നിൽക്കുന്ന ആ ജീവൻ, ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആ ജീവൻ, യേശു ക്രിസ്തുവിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ ജീവൻ. ഹല്ലേലൂയ. അതിന് വില കൊടുക്കാൻ നീ എന്നെ, എൻ്റെ കുടുംബത്തെ സഹായിക്കണമേ. ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. ഒരു നിമിഷം, ഞാൻ വചന ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആൾക്കൂട്ടത്തിലല്ല കർത്താവ് വലിയ പ്രസന്നതനായിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും അവിടെയും ഇവിടെയും ഒക്കെ ഒത്തിരി ക്രിസ്തീയ കൂട്ടങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ ദൈവം ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഒരു ചരിത്രം എഴുതുന്നുണ്ട്. ദൈവം ഒരു ചരിത്രം എഴുതുന്നുണ്ട്. എൻ്റെ ആളുകൾ ആരാണ്? എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, എനിക്ക് അവയെ തിരിച്ചറിയാം എന്ന് ഇടയൻ പറയുന്നത് പോലെ ദൈവത്തിന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പറ്റം ആളുകൾ ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം പറയാം, കർത്താവേ, ഞാൻ അതിനകത്ത് തള്ളപ്പെട്ടു പോകരുത്. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും ഞങ്ങളുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എഴുതുന്ന, നീ ഉണർത്തുമ്പോൾ ഉണർന്നവരും, നീ വരാൻ പറയുമ്പോൾ വരുന്നവരും, നീ മുട്ടുകുത്താൻ പറയുമ്പോൾ മുട്ടുകുത്തുന്നവരും, നീ എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ എഴുന്നേൽക്കുന്നവരും, നീ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ക്ഷമിക്കുന്നവരും, നീ മറക്കണമെന്ന് പറയുമ്പോൾ മറക്കുന്നവരും ആകുന്ന ഒരു പറ്റം ആളുകളായിട്ട് നിന്റെ കയ്യിലെ ഇണങ്ങിയ ആയുധമായി നീ എന്നെ മാറ്റണമേ. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ബാബിലോണിൽ നിന്ന ആളുകൾ അവരുടെ സാക്ഷ്യം അതാണ്. മിക്കവാറും ആൾക്കാരുടെ സാക്ഷ്യം, അവർക്ക് പറയാനുള്ള സാക്ഷ്യം ഇതാണ്: 70 വർഷത്തിന് മുമ്പ് ഞങ്ങൾ ബാബിലോണിലോട്ട് വന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു, ഞങ്ങൾ 0 ആയിരുന്നു. എന്നാൽ ഇവിടെ വന്ന് ഈ ദേശത്ത് വന്ന് ഈ ദേശത്തിന് നന്മ അനുഭവിപ്പാൻ ദൈവം ഞങ്ങളെ ഇടയാക്കി. ഞങ്ങൾക്ക് ആടുമാടുകളായി, ഞങ്ങൾക്ക് സ്വത്തായി, ഞങ്ങൾക്ക് കാര്യങ്ങളായി. ഇനി ഇപ്പോൾ ഈ പിള്ളേരൊക്കെ ഈ പ്രായം എത്തിയിരിക്കുന്ന സമയത്ത് ഇനിയും മടങ്ങിപ്പോകാനൊക്കെ പറഞ്ഞാൽ അതൊക്കെ അത്ര എളുപ്പമൊന്നുമല്ല. അതൊന്നും അത്ര ബുദ്ധിയുള്ള കാര്യമല്ല. ഈ പ്രായത്തിൽ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പിള്ളേർ വളരുന്നു. നമ്മളാണെങ്കിൽ പറയും 10ാം ക്ലാസ്സിൽ പിള്ളേർ പഠിക്കുന്നു. ഇപ്പം ഈ പ്രായത്തിൽ അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അവർ പറയുന്ന സാക്ഷ്യം: ദൈവം ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് വർദ്ധിപ്പിച്ചു, ഞങ്ങളെ പോഷിപ്പിച്ചു, ഞങ്ങളെ പുലർത്തി, ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം തന്നു. ഞങ്ങൾക്ക് വണ്ടിയില്ലാതെ ഞങ്ങൾക്ക് വണ്ടി തന്നു, ഞങ്ങൾക്ക് വീട് തന്നു, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്തി. ഞങ്ങൾക്കറിയാവുന്ന പ്രാർത്ഥനയും പാട്ടും ഒക്കെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞോളാം എന്ന് പറയുന്നതാണ് ബഹുഭൂരിപക്ഷം. എന്നാൽ അതിനെതിരെ 42,360 അവർ ക്രിയാത്മകമായി പ്രതികരിച്ചു. അവർ തിരികെ വരികയാണ്. ഹല്ലേലൂയ. അവർ മടങ്ങിവരവാണ് നമുക്ക് കാണേണ്ടത്. ദൈവം തന്നിലേക്ക് മടക്കി വരുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. 3-ാം അധ്യായം പെട്ടെന്ന് നമുക്ക് മുന്നോട്ട് പോകാം. മടങ്ങി വന്ന ആളുകളുടെ ഏറ്റവും വലിയ കൺസേൺ 3-ാം അധ്യായം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. വായിച്ചോ? ഒന്നാം വാക്യം അവർ മടങ്ങി വരുന്നു. അവര് മടങ്ങി വന്നു എന്നതിന്റെ തെളിവാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ. ഒരു ഉപവാസപ്രാർത്ഥനയുടെ ബന്ധത്തിൽ തന്നെ നിങ്ങൾക്ക് എടുക്കണം. ഒന്ന്, ദൈവം ഉണരാൻ പറയുമ്പോൾ ഉണരണം. ദൈവം എഴുന്നേൽക്കാൻ പറയുമ്പോൾ എഴുന്നേൽക്കണം. ദൈവം വിനയപ്പെടാൻ പറയുമ്പോൾ വിനയപ്പെടണം. ദൈവം ഉണർത്തുന്ന ഏവനും അങ്ങനെ ചെയ്യുന്നവൻ ഒരു വില കൊടുക്കുന്നവൻ, അവനൊരു വില കൊടുക്കുകയാണ്. അവർ മടങ്ങിയെത്തി. ദേശത്ത് മടങ്ങിയെത്തി എന്നല്ല, അവർ യഥാസ്ഥാനപ്പെട്ടാണ് മടങ്ങിയെത്തിയിരിക്കുന്നത്. അവര് ഒരു റിവൈവലിലേക്കാണ് മടങ്ങി വരുന്നത്. അവർ ചില മാറ്റങ്ങളിലേക്കാണ് മടങ്ങി വന്നിരിക്കുന്നത്. അതിന്റെ തെളിവാണ് 1-ാം വാക്യം. 7-ാം മാസം ജനം ഒരുമനപ്പെട്ട് യെരുശലേമിൽ വന്നുകൂടി. ജനം വന്നുകൂടി എന്നല്ല, ജനം ഒരു സ്ഥലത്ത് യെരുശലേമിൽ ഒരു മനസ്സോടുകൂടെ വന്നുകൂടി. ഒരു സ്ഥലത്ത് ഒരുമനപ്പെട്ട് ഒന്നിച്ച് വരിക. ദാറ്റ് ഈസ് യൂണിറ്റി. മടങ്ങി വന്നു എന്നതിന്റെ തെളിവ് 2 ദിവസം കൊട്ടും പാട്ടുമായിരുന്നു. പക്ഷെ മടങ്ങി വന്നോ? മടങ്ങി വന്നതിന്റെ തെളിവ് ഒരുമനപ്പെട്ട് ഒന്നിച്ച് ഒരു സ്ഥലത്ത് അവർ ഒരുമിച്ച് കൂടുകയാണ്. ജനം ഒരുമനപ്പെട്ട് യെരുശലേമിൽ വന്നുകൂടി. അവർ ഒരുമിച്ച് വന്നുകൂടി. ഇനിയും ഒരുമനപ്പെട്ടു. ഇനി അതിന്റെ 9-ാം വാക്യം, 9-ാം വാക്യത്തിന്റെ അവസാനം. അതായത് ആലയത്തിൽ വേല ചെയ്യുന്നവരെ മേൽവിചാരണ ചെയ്യാൻ ഒരുമനപ്പെട്ട് നിന്നു. അപ്പൊ അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഒരുമനപ്പെട്ട് വന്നു, ഒരുമനപ്പെട്ട് നിന്നു. അവർ ഒരുമനപ്പെട്ട് വന്നു. യെരുശലേമിൽ ഒരുമനപ്പെട്ട് വന്നു. ഒരുമനപ്പെട്ട് വന്നവർ ഒരുമനപ്പെട്ട് നിന്നു. ഇനിയും അവർ ഒരുമിച്ച് സ്തുതിക്കുകയാണ്. 11-ാം വാക്യം. അവർ യഹോവയെ സ്തുതിക്കുകയാണ്. അവർ ഒരുമിച്ചാണ് സ്തുതിക്കുന്നത്. ഹല്ലേലൂയ. അവർ ഒരുമനപ്പെട്ട് സ്തുതിക്കുന്നു. ജനം വന്നു. 2-ാം വാക്യം. യോസദാക്കിന്റെ മകനായ യോശുവയും അവന്റെ സഹോദരന്മാരായ ശെയൽത്തീയേലിന്റെ മകനായ സെരുബ്ബാബേലും അവന്റെ സഹോദരന്മാരും ഇവരെല്ലാവരും കൂടെ ഒരുമനപ്പെടുകയാണ്. നോക്കിയേ ആ യൂണിറ്റി.
ആ യൂണിറ്റി. ഹല്ലേലൂയ. ദൈവസഭയുടെ പണി ദൈവം നടത്തുന്നത് ഇഷ്ടിക കൊണ്ടല്ല, കല്ലുകൊണ്ടാണ്. അതാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത്. ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി പണിയപ്പെടുന്നു. അപ്പോൾ ഈ ആത്മീയ ഗ്രഹം, സ്പിരിച്വൽ ബിൽഡിംഗ്, ദൈവത്തിൻ്റെ വാസസ്ഥലം ദൈവം പണിയുന്നത് ഇഷ്ടികകളല്ല, കല്ലുകൾ കൊണ്ടാണ്. കല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇഷ്ടികയാണെങ്കിൽ മേസ്തിരിക്ക് വളരെ എളുപ്പമാണ്. ഒരേ ഷേപ്പ്, ഒരേ അകലം, കറക്റ്റ് മസാല, എല്ലാത്തിനും കൃത്യമായിട്ട് അങ്ങ് ഇട്ട് ഇത് പടവെന്ന് പറഞ്ഞിട്ടൊക്കെ പണിത് പൊക്കാൻ പറ്റും. എന്നാൽ ദൈവസഭ എന്ന് പറയുന്നത് കല്ലുകളാണ്. ഈ കല്ലിനെ പണിയണമെങ്കിൽ ഇച്ചിരി പണിയാണ്. അത് ചിലപ്പം കരണ്ടിക്ക് തട്ടും, ചിലപ്പം കൂടത്തിന് തട്ടും. കാര്യം, രണ്ട് കല്ല് ഒരേ ഷേപ്പ് അല്ലല്ലോ. ചില കല്ല് ഇങ്ങനെ ഇരിക്കും, ചിലത് ഇങ്ങനെ ഇരിക്കും. ഇതിനെ രണ്ടിനെയും കൂടെയൊക്കെ ഒന്ന് പിടിച്ചിരുത്തണമെങ്കിൽ ചിലപ്പം ഇരിക്കുന്നതിനോട് ചേർത്തിരുത്താൻ ഒന്ന് വെട്ടും തട്ടും വെച്ചിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇത് പണിയാൻ പറ്റുന്നത്. പക്ഷേ ഈ കല്ല് അനുസരണ ഇല്ലെങ്കിൽ, കല്ല് വെട്ടിക്കൊള്ളാൻ ആശാരിക്ക് അനുമതി കൊടുക്കുന്നില്ലെങ്കിൽ പറ്റുന്നത് എന്നാന്ന് ചോദിച്ചാൽ, പണിയുന്ന മേസ്തിരി എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നോക്കിയേ, വിനു ബ്രദറും രാജൻ ബ്രദറും ഇരിക്കുക, വേണമെങ്കിൽ അടുത്തിരിക്കാമെങ്കിൽ പണി എളുപ്പമാണ്. അപ്പൊ ഇത് അടുത്തിരിക്കാത്തതുകൊണ്ട്, നിങ്ങൾ വഴക്കുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അടുത്തിരിക്കാത്തതുകൊണ്ട് എന്നാ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേസ്തിരി വന്ന് ബിനുവിനെയും പണക്കണ്ട, രാജൻ ബ്രദറിനെയും പണക്കണ്ട, എന്നാൽ ബാക്കി അങ്ങ് മസാല ഇട്ടേക്കാം. ഇത് തമ്മിൽ ഒരു കുറെ മസാല തള്ളി വെക്കാവുന്നല്ലാതെ പണി നടക്കത്തില്ല. ഇതിന്റെ മുകളിലോട്ടൊരു കട്ട പോലും വെക്കാൻ പറ്റത്തില്ല. ഒരുമനപ്പെട്ട് ഒന്നിച്ച് നിൽക്കുക. പല സഭകളിലും പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെട്ടാൻ പാസ്റ്റർക്ക് ധൈര്യമില്ല. കാര്യം, ഒരു വെട്ടിയാൽ പല വെട്ടുകൾ പാസ്റ്റർക്ക് ഉണ്ടാകേണ്ടി വരും. 56 വെട്ടെന്നൊക്കെ അല്ലേ ചിലപ്പോൾ അത് കിട്ടിയെന്നിരിക്കും. അതുകൊണ്ട് പാസ്റ്റർ അതിനൊന്നും മെനക്കെടാൻ പോകത്തില്ല. പാസ്റ്റർ ചെയ്യുന്ന പണി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഇരുന്നോ, ബാക്കി ആ മസാല ഇട്ടോളാം, നിങ്ങൾ ഒരു ലൈനോ ഉള്ളു, ബാക്കിയെല്ലാം ഞാൻ ഇട്ട് തന്നോളാം, നിങ്ങൾ എന്നാന്ന് വെച്ചാൽ ചെയ്യും. കാര്യം, ഒരുമിച്ച് പോകാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ എന്നാ ചെയ്യും? ഒരുമിച്ച് പോകാൻ തയ്യാറാണെങ്കിൽ, ഒരുമിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നത് ജനം, ഉണർവ് ഏറ്റെടുത്ത ജനം. അവർ വന്നു, 2-ാം അധ്യായത്തിന്റെ അവസാനമുണ്ട്, അവർ വന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് 2-3 മാസം എടുത്തു. പക്ഷെ അതിനുശേഷം അവർ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം, ആ മാസത്തിന്റെ 7-ാം മാസത്തിൽ ജനം ഒരുമനപ്പെട്ട് യെരുശലേമിൽ ഒരുമിച്ച് കൂടെ ലീഡേഴ്സും ഉണ്ടായിരുന്നു. അവർ ഒരുമനപ്പെട്ടു, ജനം ഒരുമനപ്പെട്ടു, അധ്യക്ഷന്മാർ ഒരുമനപ്പെട്ടു, മുമ്പിൽ നിന്ന് നയിച്ച ശെരുബാബേലും ഉണ്ട്, കൂടെ നിന്ന് യേശുവായും ഉണ്ട്, മറ്റ് ദൈവദാസന്മാരും ഉണ്ട്. എല്ലാവരും ചേർന്ന് ഒരുമനപ്പെട്ടു വന്നു, ഒരുമനപ്പെട്ടു നിന്നു, ഒരുമനപ്പെട്ട് സ്തുതിച്ചു. ഹല്ലേലൂയ. അതാണ് ഐക്യത. ഹല്ലേലൂയ. ആ ഐക്യത ഞാൻ ഒരിക്കലും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പാസ്റ്റർ ബി.എ. തോമസ് പറഞ്ഞൊരു ഉദാഹരണം. ഒരു സ്ഥലത്ത് UPF പോലെ ഒരു കൺവെൻഷൻ നടക്കുക, ഐക്യ കൺവെൻഷനാണ്. അപ്പോൾ ഐക്യ കൺവെൻഷൻ അവർ തീരുമാനിച്ചു, തിരുവത്താഴത്തിന് പറ്റത്തില്ല, കാര്യം ഞായറാഴ്ച എല്ലാവരും അവരുടെ സഭയിൽ പോകും. അപ്പം നമ്മുടെ ഐക്യതയുടെ പ്രതീകമായിട്ട് നമുക്ക് ഏത്തയ്ക്ക പുഴുങ്ങാം. അപ്പൊ ഐക്യതയുടെ പ്രതീകമായിട്ട് ഏത്തയ്ക്ക പുഴുങ്ങി. ശാരോങ്കാർ കൊണ്ടുവന്നു, ചർച്ചപ്പോടുകാർ കൊണ്ടുവന്നു, എല്ലാവരും ഏത്തയ്ക്ക കൊണ്ടുവന്നു. എല്ലാവരും ചെമ്പിനകത്ത് വെച്ച് അവര് ഇങ്ങനെ ഏത്തയ്ക്ക പുഴുങ്ങുകയാണ്, ഒരുമിച്ച് ഏത്തയ്ക്ക കഴിക്കാനായിട്ട്. ആശീർവാദം പറയുകയും, പാസ്റ്റർ നോക്കിയപ്പോൾ ഓരോ ഏത്തയ്ക്കായാലും ഓരോ ചരട് കെട്ടിയിട്ടുണ്ട്. ആശീർവാദം പറയുകയും, ചർച്ചപ്പോടുകാരൻ കൊണ്ടുവന്ന് ഏത്തയ്ക്ക അവനും എടുത്തു. അതാണ് ഐക്യത.
ഈ ഏത്തക്ക പുഴുങ്ങി ഈ സംഭവം ഓടിക്കുക അല്ലാതെ. ദൈവമക്കളെ, നമുക്കൊരു മടങ്ങി വരവ് ദൈവം ആഗ്രഹിക്കാം. നമുക്ക് മടങ്ങി വരേണ്ടത് ദൈവത്തിങ്കിലേക്കാണ്. നമുക്ക് മടങ്ങി വരേണ്ട ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്കാണ്. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്കതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം 10-ാം വാക്യത്തിൻ്റെ അവസാനമുണ്ട്. ആസാഫിരായ ലേവിരെ കൈത്താളങ്ങളോട് കൂടെ നിർത്തി. ഇന്ന് പലപ്പോഴും പ്രസംഗകരും പാട്ടുകാരും തമ്മിൽ വലിയ ടെൻഷനുണ്ട്. അത് മിക്കവാറും യോഗങ്ങളിലുണ്ട്. പ്രസംഗകർക്ക് പാട്ടുകാരെ അങ്ങോട്ട് സൂഹിക്കത്തില്ല. അപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടായിരുന്നു, ഒരു പാസ്റ്റർ വന്ന് പുള്ളിക്ക് ശുശ്രൂഷയുണ്ട്, ഒരു പാട്ട് പാടാൻ പറഞ്ഞു. പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഇവിടെ പാട്ട് പാടാൻ ആൾക്കാരില്ല. അവർ വെളിയിലൊക്കെ ചായ കുടിക്കുക. അദ്ദേഹം അങ്ങ് ചൂടായി, ഭയങ്കരമായിട്ട് ചൂടായി. അത് കഴിഞ്ഞപ്പോഴത്തേന് പറഞ്ഞ ഒരു കാര്യം, പാസ്റ്റർ കറക്റ്റ് ഞാൻ വന്ന് കയറിയത് നിങ്ങൾ കണ്ടല്ലോ. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, എനിക്ക് വണ്ടി വെട്ടുപോയത്. ഞാൻ പാസ്റ്റർ വന്ന് കയറിയത് കണ്ടായിരുന്നല്ലോ. 7 മണിക്കത്തെ പ്രസംഗത്തിന് കറക്റ്റ് 7 ആകുമ്പോൾ നിങ്ങൾ വന്ന് കയറി. ഞങ്ങൾ 5 മണി തൊട്ട് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ സാധനവും മൈക്കും വെച്ച് ഇത് ടെസ്റ്റ് ചെയ്ത് 5 മണി തൊട്ട് ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പാട്ട് പാട്ടിട്ട് ചായ കുടിക്കാൻ പോയതല്ലേ. ഇത്രയും ചീത്ത വിളിക്കണം? ഹല്ലേലൂയ. പാട്ട് പാടുന്നവൻ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. ഞാൻ ഗദ്യത്തിൽ ചെയ്യുമ്പോൾ അവൻ പദ്യത്തിൽ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. കൂടെ നിർത്തണം. നമ്മുടെ മക്കളെയും നമ്മുടെ പ്രിയപ്പെട്ടവരും ഒക്കെ ഇവിടെ നിന്ന് കൊട്ടി പാട്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ തോളയിലൊന്ന് തട്ടണം. അതൊരു ബലമാണ്. ആ ബലം കൊടുക്കണം. കൂടെ നിർത്തി. ആരാ കൂടെ നിർത്തിയത്? ശെരുബാബേൽ എന്ന നായകനും യേശുവായും. അവരാണ് ഈ മഹാപുരുഷാരത്തെ ഈ കാടും മലയിലും ഒക്കെ നയിച്ചവരാണ് കൊണ്ടുവന്നത്. അവര് ആസാഫിരായ ലേവിനെയും കൂടെ നിർത്തി. ഐക്യമായിട്ട് നിൽക്കുന്ന ഒരു സഭ. ഹല്ലേലൂയ. ഇനിയും പെട്ടെന്ന് പോകാം. അതിന്റെ 2ാമത്തെ ഉണർവ് ആരംഭിച്ചു എന്നതിന്റെ 2ാമത്തെ തെളിവ് അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്. 2-ാം വാക്യം, ശെരുബാബേലും അവന്റെ സഹോദരന്മാരും. 3-ന്റെ 2-ാം വാക്യം, ശെരുബാബേലും അവന്റെ സഹോദരന്മാരും എഴുന്നേറ്റ്. ആ പദമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒന്ന്, ഒരുമനപ്പെട്ട്, ഐക്യത. എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ അതൊരു തീഷ്ണതയാണ് കാണിക്കുന്നത്, ഒരാവേശമുണ്ട്. ഇത് പ്രസംഗകൻ വായിട്ട് അലക്കുകയല്ലാതെ കല്ലെ കാറ്റ് പിടിച്ചിരിക്കുന്ന പോലെ ആവേശം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആത്മീയ വന്ധ്യത സംഭവിച്ച ഒരു വലിയ പുരുഷാരൻ. അങ്ങനെയല്ലത്. അവര് എഴുന്നേറ്റ് പണിതു. എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ആ ആവേശത്തെയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. ഉണർവ് സംഭവിച്ചു എന്നതിന്റെ തെളിവ് എഴുന്നേൽക്കുകയാണ്. ഹല്ലേലൂയ. ആശീർവാദം പറയുമ്പോൾ എഴുന്നേറ്റ് പോവുക എന്നുള്ളതല്ല, എഴുന്നേറ്റ് നിൽക്കുക, കൈ കൊടുക്കുക, തോളോട് തോൾ നിൽക്കുക, എഴുന്നേറ്റ് റെഡിയായിട്ട്. ആ റെഡിനെസ് ആണ് കാണിക്കുന്നത്. ആ റെഡിനെസ് മടങ്ങി വന്നെങ്കിൽ, ആ റെഡി ആയിട്ടുള്ളത്, എൻ്റെ സഭ, എൻ്റെ കുടുംബം, എൻ്റെ ശുശ്രൂഷ, അതിനകത്തൊരു റെഡിനെസ് ഉണ്ടോ? അതോ ആരെയെങ്കിലുമൊക്കെ പ്രസാദിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്? വന്നില്ലെങ്കിൽ എന്നാ പറയും? പുള്ളിയെ വിളിച്ചു വരുത്തിയിട്ട് ഇനി ചെല്ലില്ലെങ്കിൽ എന്നാ പറയും? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ എന്നെ അല്ല കാണേണ്ടത്, നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ യേശുവിനെയാണ് കാണേണ്ടത്. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ യേശുവിനെയാണ് കാണേണ്ടത്. ഞാൻ ആരെ പ്രസാദിപ്പിക്കാനാണ് ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾ ആരെ പ്രസാദിപ്പിക്കാനാണ് ഇവിടെ ഇരിക്കുന്നത്? ആരെയാണ് എനിക്ക് പ്രസാദിപ്പിക്കേണ്ടത്? എൻ്റെ the one and only audience, എൻ്റെ യേശു.
ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ എൻ്റെ യേശുവിൻ്റെ മുഖത്ത് ഒരു ചിരി വീണാൽ, എൻ്റെ യേശുവിൻ്റെ മുഖത്ത് ആ തലയൊന്ന് ആടിയാൽ, ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊന്ന് കേൾക്കാൻ പറ്റിയാൽ, അത് കേട്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. എഴുന്നേറ്റ് അവർ നിന്നു, എഴുന്നേറ്റ്. ഹല്ലേലൂയ. അപ്പോൾ ഉണർവ് നടക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ഒരുമിച്ച് നിൽക്കുക. ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വടം വലിക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത്? വടം വലിക്കുമ്പോൾ ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ കാലും കൂടെ ഒന്ന് ഇങ്ങനെ പിടിച്ചല്ല നിൽക്കുന്നത്, അല്ലാതെ എങ്ങനെയാലും വലിക്കുകയാണ്. ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ നിപ്പിനൊരു ഇതുണ്ട്. ഞാനും എൻ്റെ സഹോദരന്മാരും ഞങ്ങൾ ഈ ജനമെല്ലാം എഴുന്നേറ്റ് ഒരുമിച്ച്, ലീഡേഴ്സ് എഴുന്നേറ്റ് ഒരുമിച്ച്, പാട്ടുപാടുന്നവർ ഒരുമിച്ച്, കൂടെ നിൽക്കുന്നവർ ഒരുമിച്ച്, കൂടെ നിർത്തി, ചേർത്ത് നിർത്തി. ഹല്ലേലൂയ. എത്ര മനോഹരമായ ഒരു ചിത്രമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തീഷ്ണതയോടെ ഒരുമനപ്പെട്ട്. ഇനി അടുത്ത വാക്യം, അടുത്ത പദമാണ് എനിക്ക് വളരെ സന്തോഷം തോന്നിയത്. അവിടെ എഴുതിയിരിക്കുന്നത് 3-ാം വാക്യത്തിൽ, 2-ാം വാക്യത്തിൽ അവർ എഴുന്നേറ്റ് ദൈവപുരുഷനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ. ഇനിയും 3-ാം വാക്യം, അതിൻ്റെ പണ്ടത്തെ നിലയിൽ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ പണ്ടത്തെ നിലയിൽ. ഇനി 4-ാം വാക്യം, എഴുതിയിരിക്കുന്നത് പോലെ. എൻ്റെ അടുത്ത ഓരോ ദിവസത്തേക്ക് നിയമപ്രകാരം അതത് ദിവസത്തിന്റെ ആവശ്യം പോലെ. അപ്പോൾ അവിടെ വേറൊരു കാര്യം വെളിപ്പെടുകയാണ്. 1 ഐക്യത, 2 തീഷ്ണത, 3-ാമത്തെ കാര്യം പ്രമാണം. എഴുതിയിരിക്കുന്നത് പോലെ. ഇവർ ബാബേലിലായിരുന്നു 10-70 വർഷം. ബാബേലിലായിരുന്നുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ കണ്ടുപിടിച്ച കുറെ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ആക്കിയല്ല. അവിടെയുള്ള ഒരു സാധനവും ഇങ്ങോട്ടില്ല. ബാബേലിൽ നിന്ന് പോന്നപ്പോൾ ബാബേലും അവരുടെ അകത്തുനിന്ന് പോയി. ഹല്ലേലൂയ. ലോത്തിന്റെ ഭാര്യ സോതോം വിട്ട് ഓടിയെങ്കിലും സോതോം അവിടെ അകത്തുനിന്ന് പോയില്ലായിരുന്നു. പക്ഷെ ഇവര് ബാബേലിൽ നിന്ന് ഓടിയപ്പോൾ, ബാബേലിൽ നിന്ന് തിരിച്ചപ്പോൾ ബാബേലിനെ അവിടെ ഇട്ടേച്ചാ പോകുന്നത്. എഴുതിയിരിക്കുന്നത് പോലെ, പ്രമാണത്തിൽ എന്നാ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ, മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, പണ്ടത്തെ പോലെ തന്നെ നിയമപ്രകാരം. ഹല്ലേലൂയ. അതാണ് ഉണർവിന്റെ അടുത്ത ചുവടെന്ന് പറയുന്നത്. മടങ്ങി വരവ് വചനത്തിലേക്ക്, മടങ്ങി വരവ് പ്രമാണത്തിലേക്ക്, മടങ്ങി വരവ് യഹോവയുടെ കൽപ്പനയിലേക്ക്. എഴുതിയിരിക്കുന്നത് പോലെ പ്രമാണം വെടിയാതെ സത്യത്തിന് വേണ്ടി നിന്നുകൊണ്ട് പ്രമാണത്തോട് കൂട്ടാതെ ബാബിലോണിൽ ഉണ്ടായിരുന്ന ഒരു സാധനവും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോരാതെ. നിങ്ങൾക്കറിയാമോ, വാസ്തവത്തിൽ ഈ മടങ്ങി വരവോടുകൂടിയാണ് വാസ്തവത്തിൽ അവിടെ വിഗ്രഹാരാധന എന്ന് പറയുന്ന കാര്യത്തിന് ഒരു അന്തമുണ്ടാകും. ഹല്ലേലൂയ. അവർ കൊടുത്ത ഒരു വിലയിൽ ഒരു വലിയ കാര്യം നടന്നത്. അതിനുശേഷം അത്ര ഭീകരമായ വിഗ്രഹാരാധന അവിടെ ഉണ്ടായില്ല. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ അധികം ദീർഘിപ്പിക്കത്തില്ല. നമുക്ക് ഉണർവിൻ്റെ സമയമായി. പ്രവചനങ്ങളെല്ലാം അതിൻ്റെ പൂർത്തിയിലോട്ട് വരികയാണ്. ഇനി അധികം നാളുകളില്ല പ്രിയപ്പെട്ടവരെ. ഒരു വാഗ്ദത്വവും നടക്കാതെ പോകത്തില്ല. നമ്മൾ വിശ്വസിക്കുന്നത് ഏതെങ്കിലും ഇസത്തിലല്ല. നമ്മൾ വിശ്വസിക്കുന്ന ഈ മണ്ണ് പണിതേക്കുന്ന ഏതെങ്കിലും ഭൗതികവാദത്തിലല്ല. നമ്മൾ വിശ്വസിക്കുന്നത് നടക്കാൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് വരാൻ പോവുകയാണ്. എല്ലാം അതിൻ്റെ പൂർത്തീകരണത്തിലോട്ട് എത്താൻ പോവുകയാണ്. എന്നാൽ ഈ അന്ത്യകാലത്ത് ദൈവം ചിലരെ മടങ്ങി വരുവാൻ ആഹ്വാനം നൽകുകയാണ്. വിശേഷിച്ച് ഈ വർഷത്തിന്റെ അവസാനത്തിൽ തങ്ങളിലേക്കൊന്ന് മടങ്ങി വരുവാൻ. ഹല്ലേലൂയ. ബഹുഭൂരിപക്ഷവും പ്രമാണം വിട്ട് കഴിയുമ്പോൾ വളരെ ചുരുക്കം നമ്പറേ ഉള്ളായിരിക്കും. പക്ഷെ പ്രമാണത്തിലേക്ക് മടങ്ങി വരാൻ, തീഷ്ണതയിലേക്ക് മടങ്ങി വരാൻ, ഉത്സാഹത്തിലേക്ക് മടങ്ങി വരാൻ, ഹല്ലേലൂയ, ഐക്യതയിലേക്ക് മടങ്ങി വരാൻ
ചേർന്ന് നിൽക്കുന്നതിലോട്ട് മടങ്ങി വരാൻ, ദൈവത്തിന് കൊടുക്കുന്നതിലേക്ക് മടങ്ങി വരുവാൻ, ദൈവത്തെ സ്നേഹിക്കുന്നതിലേക്ക് മടങ്ങി വരുവാൻ, പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ പ്രമാണമനുസരിച്ച് ഞാൻ ഇനി മുന്നോട്ട് നീങ്ങും എന്ന ഒരു തീരുമാനത്തോടുകൂടെ. ഹല്ലേലൂയ. അവർ ഒരുമനപ്പെട്ട് 11-ാം വാക്യം, അവർ യഹോവയെ അവൻ നല്ലവൻ, ഇസ്രായേലിനോട് അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഗാനപ്രതിഗാനം ചെയ്തു. അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടത് കൊണ്ട്. എന്ത് വലിയ വാക്യാന്നറിയാം. അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടു. ഇതാരാ ഇട്ടത്? ഇതിടാൻ വേണ്ടിയാണ് അവർ വന്നത്. ഇതിനു വേണ്ടിയാണ് അവർ എത്തിയത്. തകർന്നത് പണിയാൻ വേണ്ടിയാണ് അവർ വന്നത്. യാഗപീഠം അവർ പണിതു. ഇപ്പോൾ ആദ്യം പണിതത് യാഗപീഠമാണ്. അതിനുശേഷം ഇപ്പോൾ ആലയത്തിന് അടിസ്ഥാനം ഇടുക, ആലയത്തിന് കല്ലിടുകയാണ്. പക്ഷേ യഹോവയെ സ്തുതിക്കുന്ന ആ സ്തുതിയുടെ സ്തുതിമുഖരിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ആരാണ് ഇട്ടതെന്ന് പോലും വിഷയമല്ല. സ്റ്റോൺ ലേഡ് ബൈ എന്ന് പറയുന്ന ഒരു കല്ലും അടിയില്ല. ഏത് വലിയ പുള്ളിയാ ഇട്ടത്, ആരാ ഇട്ടെന്ന് അവിടെ പേരില്ല. വേറൊരു സ്ഥലത്ത് വരുന്നുണ്ട്. പക്ഷെ ഈ ഡെഡിക്കേഷൻ നടന്നത് സ്തുതിമുഖരിതമായ ഒരു അന്തരീക്ഷത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചർച്ചക്കോട് നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കാല് വെക്കുമ്പോൾ ദൈവസഭയെ ആരാണ് വലിയവൻ, ആരാണ് ഇടേണ്ടത്, ഇതൊന്നും നിൽക്കാതെ യഹോവയെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് യഹോവയ്ക്ക് സ്തുതി ആരാധന ഐക്യതയോടുകൂടെ നിന്ന്, തീഷ്ണതയോടെ നിന്ന് പ്രമാണത്തിലേക്ക് മടങ്ങി വന്ന ആളുകൾ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്ല് വീഴുകയാണ്, അടിസ്ഥാനമോടെ വീഴുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിന്ന് രാത്രികാലം കർത്താവിനോട് പറയാം, കർത്താവേ, ആരാണ് ലീഡർ, ആരാണ് എന്താണ് എന്നൊന്നും അല്ല വിഷയം. ഞങ്ങൾക്ക് വിഷയം ഞങ്ങളുടെ മടങ്ങി വരവാണ്. ഒരു വാക്യം കൂടെ വായിക്കാം. 2 ദിനവൃത്താന്തം 5:14. 2 ദിനവൃത്താന്തം 5:14. പെട്ടെന്ന് വായിച്ചാട്ടെ. 2 യഹോവയുടെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് നിൽപ്പാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. യഹോവയുടെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞില്ലായിരുന്നെങ്കിൽ പുരോഹിതന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. യഹോവയുടെ തേജസ് ഈ പുൽപ്പിറ്റിൽ ഇല്ലെങ്കിൽ നൈനാൻ തോമസിന് പല അത്ഭുതങ്ങളും കാണിക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ എല്ലാ കലാപരിപാടിയും നടക്കും. പക്ഷെ തേജസ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ ശുശ്രൂഷിക്കുന്നത് നൈനാൻ തോമസ് അല്ല, പിന്നെ ശുശ്രൂഷിക്കുന്നത് ഷെക്കേനയാണ്. ഷെക്കേന ഇറങ്ങുന്ന ഒരു പുൽപ്പിറ്റും, അതാണ് നമുക്ക് ആവശ്യം. നമുക്ക് മടങ്ങി വരവ് ആവശ്യമായിരിക്കുന്നത് ഷെക്കേന ഇറങ്ങി വരുന്ന ഒരു പുൽപ്പിറ്റ്. അവിടെ പിന്നെ പുരോഹിതനൊന്നും ചെയ്യാനില്ല, പിന്നെ ചെയ്യുന്നത് യഹോവയുടെ പരിശുദ്ധാത്മാവ്. അത് നിൽക്കുന്നത് കൊണ്ട് അവന്റെ ആ ഷെക്കേനയുടെ കയ്യിലെ ഒരു ഇണങ്ങിയ ആയുധമായിട്ട് അങ്ങ് പോവുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിലേക്ക് ഞാനൊരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. എസ്രായുടെ നേതൃത്വത്തിലുള്ള ഈ ഉണർവാണല്ലോ ഇവിടെ കാണുന്നത്. എസ്ര എങ്ങനെയാണ് ആ ഉണർവിലേക്ക് ജനത്തെ നയിച്ചെന്നൊരു വാക്യം ഇവിടെ വായിച്ച് അവസാനിപ്പിക്കാം. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം. 8-ാം അധ്യായത്തിന്റെ എല്ലാ വാക്യങ്ങളും പ്രധാനമാണെങ്കിലും അവിടെ എഴുതിയിരിക്കുന്നത് 2-ാം വാക്യത്തിൽ 7-ാം മാസം 1-ാം തീയതി എസ്രാ പുരോഹിതൻ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അവിടെ ചെയ്ത കാര്യമാണ്. അത് നിങ്ങൾ താഴോട്ട് വായിക്കണം. എസ്ര ഈ വേദപുസ്തകം വായിക്കാൻ വേണ്ടി ഒരു പ്രസംഗപീഠം അവിടെ ഉണ്ടായിരുന്നു. 5-ാം വാക്യം, എസ്ര സകല ജനവും കാണെ പുസ്തകം വിടർത്തി. എസ്ര സകല ജനവും കാണെ പുസ്തകം വിടർത്തി. ഇതുപോലത്തെ ഒരു ചെറിയ ബുക്കല്ലത്. എസ്ര സകല ജനവും കാണെ പുസ്തകം വിടർത്തി. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് അവൻ സകല ജനത്തിൻ്റെയും മീതെയായിരുന്നു. ഹല്ലേലൂയ. എസ്ര
സകല ജനവും കാണെ പീഠത്തിൽ കയറി നിന്ന് പുസ്തകം വിടർത്തി അവൻ സകല ജനത്തിന്റെ മീതെയായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെയും മീതെ നിൽക്കുന്നത് ദൈവത്തിന്റെ വചനം. പ്രസംഗകന് മീതെ ദൈവത്തിന്റെ വചനം നിവർന്നു നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രസംഗകന്റെ മീതെ ദൈവത്തിന്റെ വചനം നിവർന്നു നിൽക്കുമ്പോൾ, അതിനടുത്ത വാക്യം, അവൻ നിവർത്തി നിന്നപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ. എഴുന്നേൽക്കാം, കൊട്ടാം, പാടാം, ഒരു സ്തോത്രം പറഞ്ഞാട്ട് ഇതൊന്നും വേണ്ട. അവിടെ ഇത് നിവർത്തീകരിക്കപ്പെട്ടപ്പോൾ, ഇത് പുസ്തകം തുറന്ന് നിവർത്തി പിടിച്ചപ്പോൾ, എല്ലാത്തിനും മീതെ, എസ്രായുടെ മീതെയും ദൈവത്തിന്റെ വചനം നിന്നപ്പോൾ ജനം ചെയ്തത്, ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു, എസ്രാ മഹാദൈവത്തെ സ്തുതിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് പ്രതിവചനം എന്ന് പറയുന്നത് സാഷ്ടാംഗ വീണ് യഹോവയെ നമസ്കരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു മടങ്ങി വരവ് നമുക്ക് സാധ്യമാകുന്നത് രണ്ട് കാര്യത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ശക്തിയേറിയ സാന്നിധ്യമുള്ള, ദൈവ സാന്നിധ്യമുള്ള പുൽപ്പിറ്റും ദൈവ സാന്നിധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന ദൈവത്തിന്റെ വചനവും, ഇത് രണ്ടും ദൈവസഭയിലേക്ക് മടങ്ങി വന്നാൽ, ഇത് രണ്ടും ദൈവസഭയിലേക്ക്, നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ, എല്ലാത്തിനും മീതെ യഹോവയുടെ വചനം, എല്ലാ കാര്യത്തിനും മീതെ യഹോവയുടെ വചനം. എന്റെ സുപ്രീം കോർട്ട് ഇതാണ്, എന്റെ ജീവിതത്തിന്റെ സുപ്രീം കോർട്ട് ഇതാണ്. ഇതിനകത്ത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് വിട്ട് ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും ഇല്ല. ഇത് പറയുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, ഇതനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മെ പുതിയ തലത്തിലേക്ക് നയിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ.